ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഒരു കോളേജിൽ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട ഒരു സംഭവമാണ്. ആണുങ്ങളെ പോലും കറക്കി വീഴ്ത്തിയ ഒരു പെൺപുലി, ഒരു പെൺകൊച്ച്, പല ആണുങ്ങളെയും കറക്കി വീഴ്ത്തിയ ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടി. അവർ സൂചിപ്പിച്ചൊരു കാര്യം, അവളുടെ പേരൻസ് വിദേശത്ത്, ഇഷ്ടംപോലെ കാശുണ്ട്, അവൾക്ക് എന്തോ ഒരു ഹരം പോലെയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ വളച്ചെടുക്കും, അവനുമായിട്ട് കറങ്ങാൻ പോകും. ഇനി പാക്കേജ് പ്രോഗ്രാം പോലെയാണ്, ആ കറക്കത്തിൽ എല്ലാം ഉണ്ട്. ഫുഡ്, ഡ്രിങ്ക്സ്, സെക്സ് എല്ലാം ആസ്വദിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് അവനെ വിട്ടാൽ പിന്നെ അവനുമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റൊരാളെ അവൾ കറക്കി വീഴിക്കും. അങ്ങനെ ഈ ഒരു കറക്കത്തിന് വേണ്ടി പോകും ഒരുപാട് വ്യക്തികൾ. അവർ പറഞ്ഞതാണ്, ഈ കോളേജിൽ തന്നെ ഒരുപാട് യുവജനങ്ങൾ പാപത്തിൽ വീഴാൻ ഇടയായത് ഈ ഒരൊറ്റ വ്യക്തി കൊണ്ടാണ്. അത്രയും ആണുങ്ങളെ കറക്കി വീഴ്ത്താൻ പറ്റിയ അവളെ പുലി എന്നല്ലേ പറയേണ്ടത്. വേറൊരു സംഭവം ഞാൻ കേട്ടതാണ്. ഒരു സ്കൂളിൽ സീനിയേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ ജൂനിയേഴ്സിന് ഈ സ്വയംഭോഗം പോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശീലനം കൊടുക്കുന്നു. അവരെ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് പരിശീലനം കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഇത് കലികാല യുഗമല്ലോ ആണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ വചനം ചേർത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, പാപഹേതുവാകുന്നത് ആരായാലും അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ശിക്ഷ ഭീകരമായിരിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കാരണം വേറൊരാൾ പാപത്തിലേക്ക് പോയാൽ, മറ്റൊരാളെ ഞാൻ പാപപ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നെങ്കിൽ അതിനുള്ള ശിക്ഷ കഠിനമായിരിക്കും. ഇത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: പ്രലോഭനങ്ങൾ ഉണ്ടാവുക സർവ്വസാധാരണം, പക്ഷെ ആര് മൂലം പ്രലോഭനമുണ്ടാകുന്നുവോ അവർക്ക് ദുരിതം. ആര് പ്രലോഭന ഹേതുവാകുന്നുവോ അവർക്ക് ദുരിതം. എന്നിട്ട് ആ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ ഭേദം, പ്രലോഭന ഹേതുവാകുന്നതിനേക്കാൾ ഭേദം കഴുത്തിലൊരു തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ പാപം എത്ര ഗൗരവമുള്ള ഒരു പാപമാണ് എന്നുള്ളത്. ഒരു വ്യക്തി ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്, ചില മാനസികമായിട്ടൊക്കെ അത്ര വളർച്ചയില്ലാത്ത ചില വ്യക്തികൾ അവരുമായിട്ട് ഇടപഴകാൻ ഇടവന്നപ്പോൾ, അങ്ങനെയുള്ള ചില പെൺകുട്ടികളുമായിട്ട് ഇടപഴകാൻ ഇടവന്നപ്പോൾ പുള്ളി അല്പസ്വല്പം മുതലെടുക്കാൻ നോക്കിയെന്ന്. അപ്പൊ അവർക്കിതൊന്നും മനസ്സിലാകത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ, നോർമലായിട്ടുള്ള ഈ വ്യക്തി ആ ഒരു സാഹചര്യം മുതലെടുക്കാൻ നോക്കിയെന്ന്. ഇതൊക്കെ ഗൗരവമുള്ള പാപമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നത്, അതുപോലെ തന്നെ വല്ല മാനസിക ശാരീരിക വളർച്ച ഇല്ലാത്ത വ്യക്തികളെ അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ നോക്കുന്നത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പാപമാണ്. നിരാലംബരെ ചൂഷണം ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 35, 18, 19 വചനങ്ങൾ എടുത്താൽ, പ്രഭാഷകൻ 35-ന്റെ 18-ഉം 19, വിധവയെ നീ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിച്ചാൽ, വേദനിപ്പിച്ചാൽ, അവൾ എന്നോട് നിലവിളിച്ച് കരഞ്ഞാൽ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവരെ കർത്താവിനോട് നിലവിളിച്ചാൽ കർത്താവിനത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പീഡിപ്പിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിയമാവർത്തനം 15 അതിന്റെ 19 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദരിദ്രർ നിലവിളിച്ചാൽ ദൈവം കേൾക്കാതിരിക്കില്ല. വേണേ നമ്മോട് സഹായം അഭ്യർത്ഥിച്ചവരായിരിക്കാം, നമുക്ക് സഹായിക്കാമായിരുന്നതാണ്, പക്ഷെ നമ്മളത് ചെയ്തില്ല. ഇനി അതിൻ്റെ പേരിൽ അവർ നിലവിളിച്ചാൽ ദൈവത്തിനത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ നിലവിളി ദൈവം കേട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, സാമർഥ്യം നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവരെ പാപം ചെയ്യിക്കാൻ വേണ്ടിയുള്ള സാമർഥ്യം അത് നല്ലതല്ല. ഒരിക്കലൊരു സംഭവം പറഞ്ഞു കേട്ടതാണ്. ഒരു സ്ത്രീ പറയായിരുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. ഇവര് വിവാഹം കഴിച്ചോളും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കാം. പക്ഷെ അവർ പറയാണ്, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തെറ്റായിപ്പോയി. കാരണം ലൈംഗിക സുഖാസ്വാദനം അത് കല്യാണം കഴിഞ്ഞ് നടക്കേണ്ടതാണ്. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കൂടെ അവന് ആഗ്രഹം വരുമ്പോഴെല്ലാം ഇവളെ നിർബന്ധിക്കുക. ഒന്ന് കിടക്കാമെങ്കിൽ പിന്നെ ഒന്നുകൂടെ കിടക്കുന്നതിന് തന്നെ കുഴപ്പം. ആ രീതിയിൽ പാപപ്രവർത്തിക്ക് വശീകരിക്കുന്ന അല്ലെങ്കിൽ അമിത സാമർഥ്യം കാണിക്കുന്ന വ്യക്തി അത് നല്ലതല്ല. നല്ല സാമർഥ്യം എപ്പോഴും നല്ലതാണ്. ഇതുണ്ടായിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തിയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദാനിയേൽ 1-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ 4 പേരെ കുറിച്ച്, ദാനിയേലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 യുവാക്കൾ, അവർക്ക് ദൈവം സാമർഥ്യം കൊടുത്തു. പരിശുദ്ധാത്മാവിലൂടെയുള്ള, അഭിഷേകത്തിലൂടെയുള്ള സാമർഥ്യം. പല കാര്യങ്ങൾ അവർക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ആ സാമർഥ്യം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലൂടെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയത്, അതെല്ലാം ഒരു നല്ല സാമർഥ്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 21, 12-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീരസം വളർത്തുന്ന സാമർഥ്യം
നല്ലതല്ല. നല്ല സാമർഥ്യമുണ്ട്, നന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന, നന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ആ സാമർഥ്യം അത് നല്ലതാണ്. പക്ഷേ പാപത്തിന് പ്രേരിപ്പിക്കുന്ന, പാപപ്രവർത്തികൾക്ക് നിർബന്ധിക്കുന്ന ആ സാമർഥ്യം അത് നല്ലതല്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലൂടെ കടന്നുപോയാൽ ജെറൊബോവാം രാജാവ് 2 ബിംബങ്ങൾ ഉണ്ടാക്കി. ഒന്ന് ദാനിലും മറ്റൊന്ന് ബേഥേലിലും പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവന്റെ ബുദ്ധിയും സാമർഥ്യമൊക്കെ ആയിരുന്നു. ജനങ്ങൾ ജെറൂസലേമിലേക്ക് പോയി അവൻ അവരെ നഷ്ടപ്പെട്ടെങ്കിലോ ആ ഒരു പേടി കൊണ്ടാണ് ഈ സാമർഥ്യം അവൻ കാണിച്ചത്. ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളാരും ജെറൂസലേമിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആരാധിക്കാൻ ഇവിടെ ദൈവം ഉണ്ടല്ലോ. അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് അവരെ പ്രേരിപ്പിക്കുന്ന അവന്റെ സാമർഥ്യം. ഇതുമൂലം എന്താ സംഭവിച്ചത്? 1 രാജാക്കന്മാർ 14-ാം അധ്യായത്തിലൂടെ കടന്നുപോയാൽ 10 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ മതി. ജെറൊബോവാമിനെയും അവന്റെ കുടുംബത്തെയും ചപ്പ് ചവറ് പോലെ ഞാൻ കത്തിച്ച് ചാരമാക്കും. അതാണ് അവന്റെ മേൽ നടക്കാനിരിക്കുന്ന ശിക്ഷാവിധി എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, പാപപ്രവൃത്തിക്ക് വശീകരിക്കുന്നത് കൊടിയ പാപം. കാണാൻ സാധിക്കും, ചില വ്യക്തികൾ വശീകരണം ഉണ്ടായിട്ട് വീഴാതിരുന്നവരുണ്ട്, വശീകരണം വന്നപ്പോൾ വീണുപോയവരുണ്ട്. അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടതിന് ശേഷം നേരത്തെ പൊക്കോണ്ടിരുന്ന പല സ്ത്രീകളും അവനെ വശീകരിക്കാൻ നോക്കി, അവൻ വീണില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തോമസ് അക്വീനാസ്, അദ്ദേഹത്തെ ആത്മീയ ചിന്ത മാറ്റിയിട്ട് കുറച്ച് ജഡിക ചിന്ത കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ അവൻ്റെ അടുത്തേക്ക് വിട്ടതാണ്. അവളെ വശീകരിക്കാൻ നോക്കിയപ്പോൾ അവളെ വിരട്ടി ഓടിച്ച വ്യക്തിയാണ് തോമസ് അക്വീനാസ്. വിശുദ്ധ ജെറോം അദ്ദേഹം പ്രതിപാദിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ വ്രതമെടുത്ത് ജീവിക്കാൻ തീരുമാനമെടുത്തവൻ അവൻ്റെ വ്രതം ലംഘിക്കാൻ വേണ്ടി ഒരു സ്ത്രീ പഠിച്ച പണി 18 നോക്കി, പക്ഷേ അവൻ വീണില്ല. ഇനി പാപത്തിന് പ്രേരിപ്പിക്കുന്നത് മാരകമായ പാപമാണ്. ഇനി ആരെല്ലാം പ്രേരിപ്പിച്ചാലും നമ്മൾ വീണമെന്നൊന്നുമില്ല. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മാനസാന്തരത്തിന് പ്രേരിപ്പിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, സാവൂൾ പൗലോസായിട്ട് മാനസാന്തരപ്പെട്ട് പൗലോസായി മാറി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ബൈബിൾ കഥാപാത്രമുണ്ട്, സ്തേഫാനോസ്. അവൻ്റെ ക്ഷമ, സ്നേഹം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് അത് കാരണമാകും. വിശുദ്ധ ക്ലെമന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു പാപിയെ സന്ദർശിക്കുന്നതിന് മുമ്പ് ഒരു ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടാതിരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന്. ഈ ഒരു മനോഭാവത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ധ്യാനിച്ച നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.